ഹലോ ഡിയസ്. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു പയ്യനാണ്. അപ്പം അവനെ നേരത്തെ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അവനെ +2 ഫെയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവനെ വിളിച്ച സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു അവനോട്, എടാ നിനക്ക് പാസ്സാവണ്ടേ, എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കോഴ്സ് എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ +2 ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, അപ്പം നിനക്ക് ഇതിനകത്ത് എഴുതി മുന്നോട്ട് പോകാൻ പാസ്സാകാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതുമായി മുന്നോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സംഭവം? അപ്പോൾ അവൻ പറഞ്ഞു, +2-ന് എനിക്ക് നല്ല മാർക്കുണ്ട്, പക്ഷേ +1-ൽ ഞാൻ അങ്ങ് കളിച്ച് നടന്നു, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി. ഇനി ഇപ്പം പുതിയ റൂള് വന്നിരിക്കുന്നത് 2 കൂടി പഠിച്ച് പാസ്സാകണം, 2ഉം എഴുതണം, പാസ്സാകണം എന്നാണല്ലോ സാറേ. അതുകൊണ്ട് ഇനിയിപ്പം അത് 2 കൂടി എനിക്ക് പഠിക്കാൻ വയ്യ, ഞാനത് മറ്റ് രീതികൾ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൻ അതിനകത്ത് പറഞ്ഞത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇപ്പോഴത്തെ റൂൾ എന്ന് പറയുന്നത്, അതിനകത്ത് ആ റൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഒപ്പം നമ്മുടെ ബാച്ച് ഉണ്ട്, അഡ്ഡപടലം പൊട്ടിയവരെ വരെ നമ്മൾ പാസ്സാക്കിയ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. 5 മാർക്കുമായിട്ട് വന്നവർ 9.31, അതുപോലെ 5.24 6.27 അതുപോലെ 17.31, അങ്ങനെയൊക്കെ റിസൾട്ടുകളിലൂടെ കാണാം, പല പല റേഞ്ചുകൾ വന്ന്. അപ്പം ഇതിനകത്ത് ബാച്ചിൽ ജോയിൻ ആകാൻ ഇനിയും നിങ്ങൾക്ക് വൈകിട്ടില്ല, സമയമുണ്ട്. അപ്പം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂട്ടോ, കാരണം ഇവരെയൊക്കെ 10-15 ദിവസങ്ങളെ ക്ലാസ്സുകൾ കൊണ്ടാണ് ഇത്രയും റിസൾട്ടിലൂടെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ റൂൾ എന്ന് പറയുന്നത്, അതിനകത്ത് നീ +2 പാസ്സാണെങ്കിൽ നീ +2 നിനക്ക് മാർക്ക് പഠിച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ അത് കൂടിയ മാർക്ക് അവിടെ ഉണ്ടാകും. ഇനിയിപ്പോൾ കൂടിയിട്ടില്ലെങ്കിൽ ആ പഴയ മാർക്ക് അവിടെ നിൽക്കും, അത് പോകില്ല. നിനക്ക് ബാക്കി ഇനി എത്ര വേണം പാസ്സാകാൻ? അപ്പം പറഞ്ഞു, ചില സബ്ജക്റ്റിൽ 10 മതി, ചിലതിൽ 11 മതി, അങ്ങനെ ആ ഒരു മിനിമം മാർക്ക് മതി, 10-11 ആ റേഞ്ചിലൊക്കെ മതി എന്ന് പറഞ്ഞു ചില സബ്ജക്റ്റുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ സുഖമല്ലേ, +1-ൽ എഴുതിയിട്ട് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് ബാക്കി ആ മാർക്ക് നേടിക്കഴിഞ്ഞാൽ +2-ൽ നിനക്ക് മാർക്ക് കൂടുതൽ നേടിയിട്ടില്ലെങ്കിലും പഴയ മാർക്ക് അവിടെ നിൽക്കും. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ റൂൾ എന്ന് പറഞ്ഞപ്പോൾ അപ്പം അവനെ അതിനകത്ത് അങ്ങനെയാണെങ്കിൽ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ 2ാമത് പഠിക്കാൻ തയ്യാറായി. അപ്പം ഇങ്ങനെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങളുടെ ചങ്കളിലോട്ട് വീഡിയോസ് എത്തിക്കുക. പലരും വിചാരിച്ചിരിക്കുന്നത് 2ഉം എഴുതണം, 2ഉം പാസ്സാവണം അങ്ങനെയൊക്കെയാണ് എന്നാണ്. അല്ല, 2 കൂടി അതിനകത്ത് 36 എന്നുള്ള പ്രാക്ടിക്കലി ഉള്ള സബ്ജക്റ്റാണ് 36 ഇല്ലെങ്കിൽ 48 ആ രീതിയിൽ. അപ്പം നിങ്ങൾക്ക് +2-ൽ മാർക്ക് കൂടുതലുണ്ടെങ്കിൽ +1 ഫോക്കസ് ചെയ്ത് ബാക്കി മാർക്ക് പോയ മാർക്ക് നേടിയാൽ മതി. ആ പഴയ മാർക്ക് കൂടുതലുള്ള മാർക്ക് അവിടെ നിൽക്കും, മനസ്സിലായില്ലേ? അപ്പം +2-ലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് +1-ൽ കൂടുതലുണ്ട്, +2-ലാണ് കുറവെങ്കിൽ ബാക്കി ഈ +1-ലെ മാർക്ക് അവിടെ നിൽക്കും. നിങ്ങൾ എഴുതണം, 2 പരീക്ഷയും എഴുതണം. മാർക്ക് കുറവാണെങ്കിലും ആ കൂടിയ മാർക്ക് അവിടെ നിൽക്കും. മറ്റതിലെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് അടുത്ത, അപ്പം മറ്റതിലെ മാർക്ക് അത് ക്യാരി ചെയ്ത് മുന്നോട്ട് പോകും, മനസ്സിലായില്ലേ? പഴയ മാർക്ക് അവിടെ നിൽക്കും കൂടുതലുള്ളത്. അപ്പം ബാച്ചിൽ അറ്റൻഡ് ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.